കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. കുറ്റ്യാടി ചുരത്തിൽ 10-ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായി. വയനാട്ടിലേക്ക് ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. മണ്ണ് മാറ്റുന്നതിന് നടപടികളുണ്ടായില്ല എന്ന് പരാതി കൂടി ഉയരുന്നുണ്ട്. അതേസമയം വിലങ്ങാട് പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചെക്യാട് അരുണ്ടയിൽ കുന്നിടിഞ്ഞ നിലയിൽ കാണപ്പെടുന്നു. മരങ്ങൾ വീണ് വിവിധയിടങ്ങളിൽ വൈദ്യുത കമ്പികൾ പൊട്ടിവീണു. മാവൂരിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. ദിൽഷ തിലകൻ നമുക്കൊപ്പം കോഴിക്കോട് നിന്നുണ്ട്. ദിൽഷ, മഴയ്ക്കൊപ്പം തന്നെ മഴക്കെടുതികളും വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏകദേശം ഉച്ചയോട് കൂടി തുടങ്ങിയ മഴയാണ്. വലിയ രീതിയിലുള്ള മഴ, പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ജില്ലയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മലയോര മേഖലകളിലാണെങ്കിലും നഗരപ്രദേശങ്ങളിലാണെങ്കിലും മഴ പൂർണ്ണമായിട്ടും മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്നാലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ റെഡ് അലേർട്ട് ഉണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്നലെ ഏകദേശം ഈ മരുതോങ്കര മേഖലയിലൊക്കെ തന്നെ ഉരുൾപൊട്ടിയതായിട്ടുള്ള ഒരു സംശയം പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 19ഓളം കുടുംബങ്ങളെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതരായി മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വിലങ്ങാട് പാലത്തിൽ ഇന്നലെയോടെ തന്നെ വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിലങ്ങാട് നിന്നും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വിലങ്ങാട് കഴിഞ്ഞ തവണ ഏകദേശം 9 തവണ ഉരുൾപൊട്ടിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയും മഴ ഇല്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്താൽ ആദ്യം വെള്ളം കയറുന്ന സ്ഥലം എന്ന് പറയുന്നത് മാവൂരാണ്. മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ചാത്തമംഗലം, കൊടിയത്തൂർ, മാവൂർ പഞ്ചായത്തുകളിലാണ് ഈ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മഴ വലിയ രീതിയിലുള്ള മഴ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും മാവൂരിലെ വീടുകളിലേക്കൊന്നും തന്നെ വെള്ളം കയറിയിട്ടില്ല. താഴ്ന്ന ഭാഗങ്ങളിലെ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പുഴയോരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റ്യാടിയിൽ ഇന്നലെ രാത്രിയോടുകൂടി കുറ്റ്യാടിയിൽ ചുരത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ട നിലയിലാണ്. ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നില്ല. അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിലും ഇന്നലെ രാത്രിയോടുകൂടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നില്ല. വയനാട്ടിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് താറുമാറായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത്, പുല്ലുവ പുഴയിൽ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പുല്ലുവ പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുപോലെ കടന്തറ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മരുതോങ്കര, പശുക്കടവ് എന്നീ മേഖലകളിൽ നിന്നെല്ലാം 15ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതരായി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ചെമ്പനോടയിൽ നിന്ന് 13 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പെരുവണ്ണാമൂഴി ചെമ്പനോട പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ വിലങ്ങാട് നിന്ന് പറയാനുള്ളത്, വിലങ്ങാട് പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റ് കെടുതികൾ പലയിടങ്ങളിലും റോഡിലെ വെള്ളക്കെട്ടും പാലങ്ങൾ വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മാത്രവുമല്ല, ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാവിലെ വരെ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിട്ട് കൂടി വലിയ രീതിയിലുള്ള ആശങ്ക നിലനിന്നിട്ട് കൂടി വലിയ ആളപായമോ മഴക്കെടുതികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സേതു, തീർച്ചയായും ദിൽഷ, അത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യവും. ശരി, സേഫായിട്ടിരിക്കൂ ദിൽഷ.